Radio Library. Radio Library with RJ Radish. ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലെ കഥകളും കഥാപാത്രങ്ങളും ഒക്കെ തന്നെ എന്നും ഓർമ്മയിലുണ്ടാകും അല്ലെ? അപ്പൊ അത്തരത്തിൽ നമുക്കൊന്ന് കുട്ടിക്കാലത്തേക്ക് പോയാലോ? നമസ്കാരം. റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. നോവലുകളും കഥകളും കവിതകളും ഒക്കെ പരിചയപ്പെടുന്ന റേഡിയോ ലൈബ്രറിയിൽ ഇന്ന് കുട്ടികൾക്കും നമ്മൾ മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബാലസാഹിത്യ കൃതികളെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇന്ന് 2 ബാലസാഹിത്യ കൃതികളാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് റേഡിയോ ലൈബ്രറിയിലൂടെ. നമ്മുടെ കൂടെ നിരവധി പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഷഖി പാർവതിയാണ് ഇന്ന് നമ്മളുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഷഖി പാർവതി, നമസ്കാരം. റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. ഇന്ന് 2 ബാലസാഹിത്യ രചനകൾ നമ്മളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അത് ഏതൊക്കെയാണ്? നമുക്ക് അതിലേക്ക് പോകാം. ശ്രീ പി രാധാകൃഷ്ണൻ എഴുതിയ ആമിനക്കുട്ടിയുടെ അവലാദികൾ, ഡോക്ടർ അലമേലു നയൻതി ബി എന്നീ 2 പുസ്തകങ്ങൾ. ഇതിൽ ആമിനക്കുട്ടിയുടെ അവലാദികൾക്ക് PT ഭാസ്കര പണിക്കർ ബാലസാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇതിലെ എല്ലാ കഥകളും യുറീക്കയിൽ പ്രസിദ്ധീകരിച്ചവയാണ്. ഈ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ആമിനക്കുട്ടീസ് ലോങ്ങിങ്സ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. ശ്രീമതി മഞ്ജുള ചേർക്കിലാണ് ഈ പുസ്തകത്തിന്റെ വിവർത്തനം ചെയ്തിരിക്കുന്നത്. ഇത് ആമസോണിൽ ലഭ്യമാണ്. ശ്രീ പി രാധാകൃഷ്ണൻ അധ്യാപകനായിരുന്നു. DPEP SSA പ്രൊജക്ടുകളിൽ ട്രെയിനറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന പാഠപുസ്തക രചനയിൽ പങ്കാളിയായിരുന്നു. കേശഭാരം, തമസോമ ജ്യോതിർഗമയ, സ്കൂളിലേക്കുള്ള ദൂരം, പിൻപേ പറക്കുന്ന പറവകൾ എന്നീ ഡോക്യുമെന്ററികളും ഫോർ ദോസ് എന്ന ടെലിഫിലിമും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ചംസ് അറ്റ് അമ്യൂസ്മെന്റ് പാർക്ക്, കൗമാരക്കാർക്കുള്ള വെല്ലുവിളികൾ എന്നീ പുസ്തകങ്ങളും, ആൻഡമാനിൽ നിന്നൊരു പഴങ്കഥ, ജിറോമിത്തെ, മുളവീട്, ഒരു എലിയുടെ കഥ എന്നീ വിവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നാം കാണാതെ പോകുന്ന കാര്യങ്ങളിലേക്കാണ് ആമിനക്കുട്ടി കാഴ്ച തെളിയിക്കുന്നത്. ആ കാണൽ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് വെറുതെ നോക്കിക്കാണലല്ല, ചരിത്രപരവും സാമൂഹ്യശാസ്ത്രപരവുമായ ഉൾക്കാഴ്ചയോടെ അഭഗ്രഥനാത്മകമായി വിശകലനം ചെയ്ത് അറിവ് രൂപപ്പെടുത്തലാണ്. അങ്ങനെ അറിയുന്ന കാര്യങ്ങളിൽ നിന്നും ചോദ്യങ്ങളുടെ വിത്തെറിഞ്ഞ് കൂടുതൽ ഉത്തരങ്ങളിലേക്ക് നാമ്പുകൾ മുളപ്പിക്കുന്ന പ്രക്രിയയാണ്. ഇനി നമുക്ക് ആമിനക്കുട്ടിയുടെ ചില ആവലാദികൾ കേൾക്കാം. ഞങ്ങൾ അധ്യാപകർക്ക് ഗ്രേഡ് നൽകിയാൽ എത്ര പേർ വിജയിക്കും? ഞാൻ 3 ആളെ എന്തായാലും തോൽപ്പിക്കും. ജയിക്കുന്നവർ തുടരട്ടെ. ശരിയല്ലേ ആമിനക്കുട്ടി പറഞ്ഞത്? റസാഖ് മാഷ് കണക്ക് പഠിപ്പിച്ചാൽ മനസ്സിലാകില്ല. വിജയൻ മാഷ് എത്രയോ ദിവസങ്ങളായി സ്കൂളിൽ വന്നിട്ട്. ഇതൊന്നും പരീക്ഷയ്ക്ക് ബാധകമല്ല. കുട്ടികളുടെ പക്ഷത്ത് നിന്ന് നോക്കിയാൽ അവൾ പറയുന്നതിൽ കഴമ്പുണ്ട്. അത്തരം ശരികളെ നിലവിലുള്ള നിയമങ്ങൾ മാനിക്കുന്നില്ല. വിദ്യാർത്ഥി സൗഹൃദ വിദ്യാഭ്യാസം എന്നെല്ലാം പറയുന്ന ഉദാത്ത ആശയങ്ങളുടെ പ്രായോഗികത വിശാലമായ മാനത്തിൽ കാണാതെ പോകുന്നതിനെ പല വിധത്തിൽ ചോദ്യം ചെയ്യുകയാണ് ആമിനക്കുട്ടി. പരീക്ഷാ സമ്പ്രദായം എന്തിനാണ്? നല്ല പഠിപ്പ് വിദ്യാലയത്തിൽ നടക്കുന്നുവോ എന്നറിയാനല്ലേ? എങ്കിൽ കുട്ടികളെ മാത്രം വിലയിരുത്തിയാൽ മതിയോ എന്ന് ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ആമിനക്കുട്ടിയുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ടീച്ചറുണ്ട്. ഒരിക്കൽ കുട്ടികൾക്ക് വെള്ളക്കടലാസ് നൽകി സ്വന്തം പേര് വെളിപ്പെടുത്താതെ ടീച്ചർക്ക് ഗ്രേഡ് നൽകാൻ ആവശ്യപ്പെട്ട അധ്യാപിക. ഇതുപോലുള്ള ടീച്ചർമാർ വിരലിൽ എണ്ണാവുന്നവരെ കാണും. ജനാധിപത്യം പടർന്നു പന്തലിക്കുന്ന പച്ചപ്പുള്ള വിദ്യാഭ്യാസത്തിൽ കൂട്ടുകൂടുന്നവരാണവർ. വിദ്യാഭ്യാസ സംവിധാനത്തിലെ പല എങ്കോണിപ്പുകളും വിലക്ഷണങ്ങളും കരടുകളും പൊരുത്തക്കേടുകളും കുഞ്ഞുങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുന്നു. കളങ്കമില്ലാത്തവരായതുകൊണ്ടാണ് അവർക്കത് വേഗം കണ്ടെത്താനാവുക. അവരുടെ തെളിമയാർന്ന ചിന്തകളുടെ മൂല്യം വളരെ വലുതാണ്. കുട്ടികളുടെ അനുഭവങ്ങളാണ് മികച്ച പാഠങ്ങൾ. പാഠപുസ്തക പഠനത്തെക്കാൾ അവ കുട്ടികളെ സ്വാധീനിക്കും. വീട്ടിലും വിദ്യാലയത്തിലും പക്ഷഭേദമില്ലാത്തതും കുട്ടിയെ മാനിക്കുന്നതും നാളത്തെ ലോകത്തിന് അഭിലഷണീയമായതുമായ കാര്യങ്ങൾ സംഭവിക്കണം. അതിന് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കണം. ഉത്തരമറിയാവുന്ന കുട്ടികളെക്കാൾ നല്ല ചോദ്യം ചോദിക്കാൻ കഴിയുന്ന കുട്ടികളാണ് സമർത്ഥർ. അവരാണ് നാളെയുടെ നന്മകൾ. ഏതെങ്കിലും പരീക്ഷയ്ക്ക് ഇന്ന ഉള്ളടക്കവുമായോ സന്ദർഭവുമായോ സംഭവവുമായോ ബന്ധപ്പെട്ട് ഉന്നയിക്കാവുന്ന ഒരു ഉശിരൻ ചോദ്യം തയ്യാറാക്കാൻ നമ്മളോട് ആവശ്യപ്പെടാറുണ്ടോ? ചോദ്യങ്ങൾ വ്യവസ്ഥയെ അസ്വസ്ഥമാക്കും. കാരണം അത് ലോകത്തെ പുതുക്കി പണിയാനേ ഉപകരിക്കൂ. ഇളക്കം തട്ടാതെ കഴിഞ്ഞുകൂടുന്നവരുടെ ഉറക്കം കെടുത്തുന്നതാണ് ചോദ്യങ്ങൾ. ആമിനക്കുട്ടിയുടെ ചോദ്യങ്ങൾ പുതുക്കി പണിയാനുള്ളതാണ്. ശരികേടുകൾ അവൾ ഉറക്കെ വിളിച്ചു പറയുന്നു. ആമിനക്കുട്ടിയുടെ ആവലാതികൾക്ക് 3 മാനങ്ങളാണുള്ളത്.
ഒന്നാമത്തേത് വിദ്യാഭ്യാസപരം, രണ്ടാമത്തേത് അവകാശവുമായി ബന്ധപ്പെട്ടത്, മൂന്നാമത്തേത് സ്ത്രീ പുരുഷ സമത്വ ചിന്തയുമായി ചേർത്ത് വെക്കാവുന്നത്. ഈ 3 കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതുമാണ്. കുട്ടിയുടെ അവകാശ നിഷേധത്തിന്റെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് വിദ്യാലയങ്ങളിലുള്ളത്. ലഭിക്കുന്ന അനുഭവങ്ങളിലെ വൈരുദ്ധ്യമാണ് ആമിനക്കുട്ടി നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി. ശാസ്ത്ര പുസ്തകത്തിൽ പരീക്ഷണങ്ങളുണ്ട്. അവ ക്ലാസ്സിൽ അപൂർവമായേ ചെയ്യാറുള്ളൂ. ചെയ്യുന്നതാവട്ടെ അധ്യാപകരും. പരീക്ഷിക്കാതെ പഠിക്കുന്ന രീതിയോട് ആമിനക്കുട്ടിക്ക് ഒട്ടും യോജിപ്പില്ല. ആമിനക്കുട്ടിയുടെ ആവലാതികൾ എന്ന ഈ പുസ്തകം നാളേക്കുള്ള പാഠപുസ്തകമാണ്. TTCയും BEdും ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അധ്യാപന രീതി എപ്രകാരമാകണമെന്ന് ആമിനക്കുട്ടിക്ക് ഉൾക്കാഴ്ചയുണ്ട്. നല്ല രീതിയിൽ പഠിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് കുട്ടികൾക്കും പറയാനാവും എന്നാണ് ആമിനക്കുട്ടിയുടെ പക്ഷം. എനിക്ക് ഏത് ക്ലാസ്സിലിരിക്കണം, ഏത് ടീച്ചർ പഠിപ്പിക്കണം എന്ന് നിർണയിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന ആമിനക്കുട്ടിയുടെ ആവശ്യം കുഞ്ഞുനാളുകളിൽ ഏതൊരു കുട്ടിക്കും ഉണ്ടാകാവുന്നതാണ്. കൈ കഴുകാനായി ഉച്ചയ്ക്ക് 5 മിനിറ്റ് മുമ്പെങ്കിലും വിടണമെന്ന് സ്കൂൾ പത്രത്തിൽ ആമിനക്കുട്ടി എഴുതിയപ്പോൾ നിനക്ക് തോന്നുന്നതൊക്കെ എഴുതാനുള്ളതല്ല സ്കൂൾ പത്രമെന്ന് ടീച്ചറുടെ വിലക്ക്. സ്കൂൾ കുട്ടികൾക്കുള്ളതാണെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കേണ്ടതല്ലേ? വിദ്യാഭ്യാസ ഉന്നതരുടെ ചങ്കിൽ കുത്തുന്ന ഈ ചോദ്യം അനേകായിരം കുഞ്ഞുങ്ങളുടേതാണ്. കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് ടീച്ചർ ക്ലാസ്സിൽ വിശദീകരിക്കുന്നു. ആമിനക്കുട്ടിക്ക് അതിനെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ടായിരുന്നു. അവൾ അതൊരു കടലാസിൽ എഴുതി ഒരു കൂട്ടുകാരി ഉറക്കെ വായിച്ചു. ഉത്തരങ്ങൾ പറയുവാൻ ശ്രമിക്കും മുമ്പ് ഇന്റർവെൽ ബെല്ലടിച്ചു. ഇതുപോലെ ബെല്ലടി അധ്യാപകരെ രക്ഷപ്പെടുത്തിയ സന്ദർഭങ്ങൾ വേറെയുമുണ്ട്. ഒറ്റസംഖ്യകൾ അനന്തമാണ്. ഒറ്റസംഖ്യകളും ഇരട്ടസംഖ്യകളും ചേർന്ന എണ്ണൽ സംഖ്യകളും അനന്തമാണ്. ഇതിലേതാണ് കൂടുതൽ വലിയ അനന്തം? ആമിനക്കുട്ടിയുടെ കൺഫ്യൂഷന് റസാഖ് മാഷ് ഒരു ചിരിയോടെ ഉത്തരമായി ഇങ്ങനെ പറഞ്ഞു: ഇതിനുത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഒരു ദിവസം സമയം തരാം. എല്ലാവരും ജയിച്ചാൽ പറ്റില്ല. അധ്യാപകരുടെ ജോലി നിലനിൽക്കണ്ടേ? എങ്ങനെയെങ്കിലും കുറെ കുട്ടികൾ തോറ്റേ മതിയാവും. ഈ ചിന്താഗതി നിലനിൽക്കണോ? ആമിനക്കുട്ടിയോടൊപ്പം കുട്ടികളുടെ മനസ്സുള്ളവരും ചോദിക്കുന്നതാണിത്. കുട്ടികൾക്ക് നിശ്ചയിക്കുന്ന ഗ്രേഡുകൾ അവരിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ വിലയിരുത്താമെങ്കിൽ തിരിച്ചു നടത്താനുള്ള അവകാശം കുട്ടികൾക്കും ഉണ്ടാകേണ്ടതല്ലേ? അങ്ങനെ വന്നാൽ A ഗ്രേഡ് എത്ര പേർക്ക് ലഭിക്കും? കാലത്തിന്റെ ഈ ചോദ്യങ്ങൾ ഒരു ആമിനക്കുട്ടിയുടേത് മാത്രമല്ല. അധ്യാപകർ ഉത്തരം നൽകാത്ത ചോദ്യങ്ങളാണ് വേറൊരു വിഭാഗം. മുൻകൂട്ടി നിശ്ചയിച്ച വാക്കിനും വരികൾക്കും അപ്പുറത്തേക്ക് കുട്ടികൾ കടന്നുകൂടാ. പാഠ്യപദ്ധതിയിലെ ലക്ഷ്മണരേഖകൾ. ഗ്ലോബിന്റെ വടക്കേ ധ്രുവം വടക്കോട്ടല്ലേ, മേലോട്ടാണോ ഇരിക്കേണ്ടത്? രാത്രി കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നുവെങ്കിൽ മരങ്ങൾ കൊണ്ട് എന്താണ് ഗുണം? രാത്രി കാട്ടിൽ താമസിക്കാൻ പറ്റുമോ എന്നെല്ലാം ചോദിക്കുന്ന കുട്ടികളെ പറ്റിക്കാൻ അധ്യാപകർക്ക് ചില തന്ത്രങ്ങളുണ്ട്. ഇത്തരം സംശയങ്ങൾ എല്ലാവരും ചോദിക്കണം എന്ന് പറഞ്ഞ് ഉന്നയിച്ച ആളെ അനുമോദിച്ച് ഉത്തരത്തിൽ നിന്നും മെയ്വഴക്കത്തോടെ ഒഴിഞ്ഞു മാറുക. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംശയമാണിത്, ഇതിനുള്ള ഉത്തരം എല്ലാവരും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് കുട്ടികളുടെ തലയിൽ ബാധ്യത വെച്ചു നൽകി പിന്നെ മറവി നടിക്കുക. അത് പിന്നെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പറയാതിരിക്കുക എന്നിങ്ങനെ പോകുന്നു അധ്യാപക സമീപനങ്ങൾ. ഉന്നയിച്ച ചോദ്യങ്ങളോടുള്ള പ്രതികരണങ്ങളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് വളർന്ന വലിയ ആളാണ് ആമിനക്കുട്ടി. ഈ ആവലാതികൾ ആധുനിക കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്നു എന്നത് ചെറിയ കാര്യമല്ല. ആമിനക്കുട്ടിയുടെ ആവലാതികൾ എന്ന പുസ്തകത്തിന്റെ തുടർച്ചയായി അദ്ദേഹം എഴുതിയതാണ് ഡോക്ടർ അലമേലു 9B. കൗമാര സ്വപ്നങ്ങളെ വിഹ്വലതയോടെ നോക്കിക്കാണുന്ന ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഭയന്നു മാറാത്ത കുട്ടികൾ. വിലക്കുകളിലും ശാസനകളിലും ശ്വാസം മുട്ടുന്ന വിദ്യാലയങ്ങൾ ഇനിയും കാലാനുസാരിയാകാത്തതെന്തേ? നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു ചോദ്യശരങ്ങളുമായി ഡോക്ടർ അലമേലു. സ്മാർട്ട് ആവേണ്ടത് കെട്ടിട ചുമരുകളല്ല, കെട്ടിപ്പൂട്ടിവെച്ച ചിന്തകളല്ലേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അലമേലു ചികിത്സിക്കുന്ന രോഗം പലതാണ്. സ്വന്തം ശരീരത്തിൽ അവനവനുള്ള അവകാശം തിരുത്തപ്പെടേണ്ട സ്ത്രീ സുരക്ഷാ ബോധ്യങ്ങൾ, കൗമാര പ്രണയത്തിലെ ചതിക്കുഴികൾ എന്നിങ്ങനെ പലതുണ്ട് അവൾ ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ. പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത നിത്യജീവിതത്തിലെ ശാസ്ത്ര സമസ്യകളും സ്കൂൾ പാർലമെന്റും ഭാഷയിലെ പുതുവാക്കുകളുടെ സമാഹരണവും ഒക്കെ കൂട്ടുകാർക്കും അധ്യാപകർക്കും മുന്നിൽ അലമേലു കൊണ്ടെത്തിക്കുന്ന നവീന ചിന്തകളാണ്. കുട്ടികൾക്കും സ്വന്തമായ അഭിരുചികളും അഭിപ്രായങ്ങളും ഉണ്ട്, ചിന്താശേഷിയുണ്ട്, കാര്യങ്ങൾ വിലയിരുത്താനുള്ള കഴിവുണ്ട്, അവർക്കും വ്യക്തിത്വമുണ്ട്. പക്ഷെ നാം മുതിർന്നവർ അത് അംഗീകരിക്കാറുണ്ടോ?
പൂവണിയാതെ പോയ നമ്മുടെ ബാല്യകാല സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള ഉരുപ്പടികളായി നാം കുട്ടികളെ കണക്കാക്കാറില്ലേ? കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നതിലപ്പുറം ഉടമസ്ഥർ എന്ന തലത്തിലേക്ക് മലയാളിയുടെ മധ്യവർഗ മനസ്സിടറി വീഴാറില്ലേ? ഒരു ശരാശരി മലയാളി രക്ഷിതാവിന്റെ ഈ സമീപനം തന്നെയല്ലേ വലിയൊരു വിഭാഗം അധ്യാപകർക്കുമുള്ളത്? സ്കൂൾ സമയത്തിന് മുമ്പും പിമ്പും അവധി ദിവസങ്ങളിലും ക്ലാസ് എടുക്കാൻ അധ്യാപകർ സന്നദ്ധരാണ്. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങണം, കഴിയുന്നത്ര A+ നേടണം. കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാണ് അധ്യാപകർ അവധി ദിവസങ്ങളിൽ പോലും ക്ലാസ് എടുക്കാൻ സന്നദ്ധരാകുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കുട്ടികളുടെ നിലപാട് എന്താണ്? കളിപ്പീരീഡും ആർട്സ് പീരീഡും ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളുടെ അഭിപ്രായം നാം ആരായാറില്ല. ഇതൊക്കെ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ കുട്ടികളുടെ സമ്മതത്തോടെ നടത്താനല്ലേ ശ്രമിക്കേണ്ടത്? അധ്യാപകരും രക്ഷിതാക്കളും പരാതിപ്പെടുന്നത് കുട്ടികൾക്ക് പഴയ ഭയബഹുമാനങ്ങളില്ലെന്നാണ്. ഈ പഴഞ്ചൊല്ലിന്റെ മറുചൊല്ലാണ് ദ ടീച്ചേഴ്സ് ഡോണ്ട് റെസ്പെക്ട് സ്റ്റുഡൻസ് എന്നുള്ളത്. സ്വന്തം ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അപഗ്രഥിക്കാൻ ക്ലാസ് റൂമിലെ പഠനാനുഭവങ്ങൾ സഹായകമാകാറുണ്ടോ? നിത്യജീവിത പ്രശ്നങ്ങളൊന്നും ക്ലാസ്സിൽ അപഗ്രഥിക്കപ്പെടുന്നില്ല. അതിന് സമയമില്ല, പോർഷൻ തീർക്കണം, പുസ്തകങ്ങളിലുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഈ സമീപനം കൈക്കൊള്ളുന്നതോടെ കുട്ടികൾ സംശയങ്ങളില്ലാത്തവരാകുന്നു, ചോദ്യങ്ങളില്ലാത്തവരാകുന്നു. അന്വേഷണത്വരയും സർഗാത്മകതയും നഷ്ടമാകുന്നു. പഠനം പരീക്ഷയ്ക്കുള്ളത് മാത്രമാകുന്നു. പരീക്ഷ പഠനത്തെ വിഴുങ്ങുന്നു. പഠനം ഒരു യാന്ത്രിക പ്രക്രിയയാകുന്നു. കുട്ടികളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന വിധമുള്ള പരസ്യ വിചാരണകൾ, തിരുത്താൻ അവസരം കൊടുക്കാത്ത ശിക്ഷാവിധികൾ, ഇതുണ്ടാക്കിയേക്കാവുന്ന മാനസികാഘാതങ്ങളെ തുടർന്നുണ്ടായ ആത്മഹത്യകൾ വരെ നമ്മെ പലതവണ താക്കീത് ചെയ്തിട്ടും നമ്മിൽ പലരും അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നില്ലേ? ലിംഗവിവേചനം നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ടോ? ഇല്ലെന്നായിരിക്കും പൊതു ഉത്തരം. മാത്രമല്ല, ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ പെൺകുട്ടികളാണ് കൂടുതൽ സജീവമായി പങ്കെടുക്കുന്നത്. ഗ്രൂപ്പ് ലീഡർമാരും ക്ലാസ് ലീഡർമാരും എല്ലാം ഭൂരിഭാഗം പെൺകുട്ടികളാണ്. എന്നാൽ കളിക്കളങ്ങളിൽ പെൺകുട്ടികളുടെ ഇടം എന്താണ്? ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം ആൺകുട്ടികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ? കളിപ്പിരീഡ് മാറി നിന്ന് കൊച്ചുവർത്താനം പറഞ്ഞ് നേരം കളയേണ്ട ഗതികേട് അനുഭവിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് നാം ശ്രദ്ധിക്കാറുണ്ടോ? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പങ്കെടുക്കുന്ന കളിക്കളങ്ങളിൽ ആരോഗ്യകരമായ സൗഹൃദങ്ങൾ രൂപപ്പെടും. ക്യാമ്പസ് തിയേറ്ററും സംഘപ്രവർത്തനങ്ങളും ഇതിന് സഹായകമാകും. എപ്പോഴെങ്കിലുമൊക്കെ കുട്ടികളുടെ പക്ഷത്തു നിന്ന് കാര്യങ്ങൾ വിലയിരുത്താൻ നാം ശ്രമിക്കേണ്ടതില്ലേ? കുട്ടികളുടെ കണ്ണിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണാനാണ് ഡോക്ടർ അലമേലു എന്ന ഗ്രന്ഥരചനയിലൂടെ ശ്രീ P. രാധാകൃഷ്ണൻ ശ്രമിക്കുന്നത്. ആമിനക്കുട്ടിയുടെ ആവലാതികൾ എന്ന രാധാകൃഷ്ണന്റെ ആദ്യ പുസ്തകവും സ്കൂൾ സിസ്റ്റം ഒരു കുഞ്ഞു മനസ്സിൽ സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങളെയും ആകുലതകളെയും ഉത്കണ്ഠകളെയും ആവിഷ്കരിക്കാനാണ് ശ്രമിച്ചത്. ആമിനക്കുട്ടി വളർന്ന് 9ാം തരത്തിലെത്തി. അവളുടെ ക്ലാസ്മേറ്റും ആത്മസുഹൃത്തുമാണ് അലമേലു. കുറെ കൂടി മുതിർന്ന കുട്ടികളുടെ ഉത്കണ്ഠകളും സമ്മർദ്ദങ്ങളും സംശയങ്ങളും പങ്കുവയ്ക്കാനാണ് ഡോക്ടർ അലമേലു ശ്രമിക്കുന്നത്. നാടുവാഴ്ത്ത കാലഘട്ടത്തിലെ ഗുരുശിഷ്യബന്ധം, ചോദ്യം ചെയ്യപ്പെടാത്ത ഗുരുവും വിനീതവിധേയനായ ശിഷ്യനും പൊളിച്ചെഴുതാൻ വൈകിയിരിക്കുന്നു. പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ സൗഹൃദമാണ് ജനാധിപത്യ യുഗത്തിലെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം. മുതിർന്നവരും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങളിലും ഈ ദിശയിലുള്ള അഴിച്ചുപണി സ്വാഭാവികമായി നടന്നു വരുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ എഴുകിപ്പിടിച്ച ചില യാഥാസ്ഥിതിക ധാരണകൾ കുടഞ്ഞുകളയാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഡോക്ടർ അലമേലുവും ആമിനക്കുട്ടിയും നമ്മോട് ചോദിക്കുന്നത്. കൗമാരം ഒരു രസബിന്ദുവാണ്, അതെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും. ഈ ഫ്രോയിഡിയൻ കൽപ്പന ബാല്യ കൗമാരങ്ങൾക്ക് എന്നും ബാധകമാണ്. തിളങ്ങുന്ന കണ്ണുകളും തെളിഞ്ഞ ബുദ്ധിയുമുള്ളൊരു കുട്ടി എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള മനസ്സുള്ളവനാണ്. ഇതെങ്ങനെയുണ്ടായി? ഇതാരുടെയാണ്? ഇത്തരം ചോദ്യങ്ങൾക്ക് അപ്പപ്പോൾ തോന്നുന്ന ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടുന്ന നമ്മൾ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ചോദ്യങ്ങൾക്ക് അടപ്പിടുന്നു. ഒന്നും മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട്. കുഞ്ഞുങ്ങൾക്കായി എഴുതുന്ന ഏതൊരു എഴുത്തുകാരനും ഈ പ്രയാസം അഭിമുഖീകരിക്കുന്നു. പുസ്തകത്തിലെ ആദ്യ വരികൾ വായിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു രസവുമില്ല എന്ന് പറഞ്ഞ് അവരത് മാറ്റിവെക്കുന്നു. ഇഷ്ടം തോന്നിയാൽ മറ്റെന്ത് പ്രലോഭനത്തിലും ഇളകാതെ പുസ്തകത്തിൽ ദത്തശ്രദ്ധരായിരിക്കുന്നു. വായന ചുരുങ്ങിയിട്ടുണ്ടെന്നാണ് ഇന്ന് പറയുന്നത്. വാർത്താമാധ്യമങ്ങളുടെ അതിപ്രസരവും കമ്പ്യൂട്ടർ, ഫേസ്ബുക്ക് കമ്മ്യൂണിക്കേഷൻസും കുട്ടികളുടെയും വലിയവരുടെയും വായനാ സംസ്കാരത്തെ ബാധിച്ചിട്ടുണ്ട്. വായനാശീലം നഷ്ടമാകുന്ന ഒരാൾക്ക് കൈമോശം വരുന്ന ഒരു സംസ്കാരമാണ്. വായിക്കുന്ന വരികൾക്കിടയിലെ സങ്കല്പനങ്ങൾക്ക് അയാൾക്ക് നഷ്ടമാകുന്നു. കാലത്തിന്റെ ഈ മാറ്റം ഉൾക്കൊള്ളാൻ ഏത് എഴുത്തുകാരനും ബാധ്യസ്ഥനാണ്. സ്വന്തം ഭാഷാപ്രയോഗത്തിലും ശൈലിയിലും മാറ്റം വരുത്തിയേ മതിയാകും. ഒരു ബാലകഥാകാരൻ എഴുതുന്ന ഓരോ വാക്കും അത് വായിക്കുന്ന മനസ്സ് കണ്ടുകൊണ്ടാവണം.
രാജാവിൻ്റെയും കുറുക്കൻ്റെയും പക്ഷിമൃഗാദികളുടെയും കഥകൾ ആവർത്തിച്ചാവർത്തിച്ച് ആധുനിക ജീവിത പശ്ചാത്തലത്തിലെ കുട്ടികളെ തൃപ്തിപ്പെടുത്താനാകില്ല. നിരങ്കുശമായ അവന്റെ അന്വേഷണങ്ങൾക്ക് ഉത്തരം അന്വേഷിച്ച് അവരോടൊപ്പം സഞ്ചരിക്കണം. ഒരു ബാലസാഹിത്യ ഗ്രന്ഥം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വായിക്കാൻ പറ്റുന്നതാവണം. ഉത്തമ ബാലസാഹിത്യത്തിന്റെ ലക്ഷണവും അതാണ്. അവനവന്റെ ആകാശത്തിനു കീഴെ അനന്തതയെ കീഴ്പ്പെടുത്താനുണറുന്ന ബാലമനസ്സുകളെ കണ്ടറിയുന്ന ഈ കഥാകാരൻ കുഞ്ഞു മനസ്സുകളുടെ സ്വപ്നങ്ങളും വിഹ്വലതകളുമാണ് ആമിനക്കുട്ടിയുടെ ആവലാതികളിലൂടെ സഹൃദയരുമായി പങ്കുവയ്ക്കുന്നത്. ഈ പുസ്തകത്തിന്റെ അവതാരിക തയ്യാറാക്കിയ ശ്രീ എസ് കുമാറിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ അറിയുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന കൊച്ചു മനസ്സുകളുടെ ആർദ്രതയായി ഈ ബാലസാഹിത്യ ഗ്രന്ഥം നിറഞ്ഞ മനസ്സോടെ സഹൃദയ സമക്ഷം അവതരിപ്പിച്ചുകൊള്ളുന്നു. എന്തായാലും ഒരുപാട് നന്ദി ഷക്കി പാർവതി പി രാധാകൃഷ്ണന്റെ 2 ബാലസാഹിത്യ രചനകൾ, ആമിനക്കുട്ടിയുടെ ആവലാതികൾ, ഡോക്ടർ അലമേലു 9th B എന്നീ 2 ബാലസാഹിത്യ രചനകൾ നമ്മളെ പരിചയപ്പെടുത്തിയതിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ രചനകൾ അല്ലെങ്കിൽ ഈ ബാലസാഹിത്യങ്ങൾ എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റ് സാഹിത്യ രചനകൾക്കൊപ്പം തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാകുക അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മനസ്സിലാക്കി വരുന്നതും ഇത്തരത്തിലുള്ള രചനകളിലൂടെയാണ്. അപ്പൊ അത് ഏറ്റവും മികച്ചതാക്കി കൊടുക്കേണ്ടത് ആ സാഹിത്യകാരന്മാരുടെ ഏറ്റവും വലിയ കഴിവ് തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ എഴുത്തിന്റെ രീതികൾ പോലും ഇപ്പോൾ മാറിയിട്ടുണ്ട്. മുൻപൊക്കെ നമ്മൾ ഈ പറഞ്ഞ നായകൻ നല്ല വെളുത്തിരിക്കുന്നു, അതുപോലെ വില്ലൻ നല്ല കറുത്തുരുണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ചില സങ്കല്പങ്ങളൊക്കെ എഴുതി വന്നിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികളത് വായിക്കുമ്പോൾ അതൊരു വളർന്ന് വരുമ്പോൾ പോലും അത് മറക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഗുണപാഠങ്ങളുള്ള ബാലസാഹിത്യ രചനകൾ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളതും ഇനി വായിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഈ ഒരു ദിവസവും നമ്മൾ പരിചയപ്പെട്ടതും പി രാധാകൃഷ്ണന്റെ ആമിനക്കുട്ടിയുടെ ആവലാതികളും ഡോക്ടർ അലമേലു 9th B ഒക്കെ തന്നെ ആ കൂട്ടത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രചനകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മളെ ഷക്കി പാർവതിയാണ് ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി അടുത്ത ആഴ്ച മറ്റൊരു പുസ്തകവും മറ്റൊരു അതിഥിയൊക്കെ ആയിട്ട് എത്തിച്ചേരാം. കേട്ടോണിക്കോ റേഡിയോ മലയാളം 98.6 FM, കഥാസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ.